നമ്മളങ്ങനെ ചൊവ്വാഴ്ച ഒരു അൺലോഡിങ് കഴിഞ്ഞു. അടുത്ത ലോഡ് എടുക്കാൻ പോണത് വീണ്ടും ആ വിൻഡ് മില്ലിൻ്റെ കോൺക്രീറ്റ് പീസ് കേട്ടോ. നമുക്ക് ഈ കോൺക്രീറ്റ് പീസിൽ നിന്ന് കമ്പനിയെ ഭ്രാന്ത് പിടിപ്പിക്കാം. പാടങ്ങളുടെ നടുവിലൂടെ ഇവരുടെ കൃഷിയാണ് വല്ലാത്ത ഭംഗിയാണ്. എന്ത് സെറ്റായിട്ടാണ് ഓരോ കൃഷി ചെയ്യുന്നതായിട്ട് രക്ഷയില്ല. രാവിലെ 3.5 ടണ്ണ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ വഴിയിൽ കൂടെയൊക്കെ ചാടി കിടന്നൊക്കെ പോയി. ഇനി എവിടെയൊക്കെ കൊണ്ടുവന്ന് കയറ്റാൻ പോകുന്ന കേട്ടാ ഒരു പിടുത്തമല്ല. 30 സ്പീഡ്. കാറുകാരൻ ഒതുക്കി തന്നിരിക്കുന്നു, അവർക്കാണ് പ്രയോറിറ്റി. എന്നിട്ട് നമ്മളെ വണ്ടി കണ്ടിട്ട് ഒതുക്കി തന്നിരിക്കുകയാണ്. Turn left, then take the third left. ഒരു കൈ കാണിച്ചപ്പോൾ അവർക്ക് ഒരു സന്തോഷം. വഴിക്ക് വണ്ടി പോണ വഴി തന്നെയാണ്. എന്തായാലും അവര് ചിരിക്കുക, അവര് നമ്മളെ കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്ത വണ്ടിക്കാരെ. ഭാഗ്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഇംഗ്ലീഷിൻ്റെ ക്ലേ ഉണ്ട് കേട്ടോ. അതുവഴി വലിയ വണ്ടിയൊക്കെ കൊണ്ട് ഇങ്ങനെ പൊടിയും പറപ്പിച്ച് പോകുമ്പോഴത്തേക്ക് നാട്ടുകാർ അമ്മമാരെ ഫ്രണ്ടിലൊക്കെ വണ്ടി വെച്ചിട്ട് അമ്മമാരെ വഴക്കുറയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇവിടെ വഴക്ക് പറയാൻ നിന്നാൽ നമ്മൾ പിന്നെ ഇവിടെ വണ്ടി ഓടിക്കത്തില്ല. ഇവിടെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. അത് പറയാതിരിക്കാൻ പറ്റും. എന്താ അനീഷേ, എന്താണ് അഭിപ്രായം? വേണമെങ്കിൽ അടിയും കിട്ടി. അനീഷ് പറയുന്നത് വേണമെങ്കിൽ അടിയും കിട്ടിയായിരുന്നു. എന്തായാലും അങ്ങനെ നമ്മൾ അത്യാവശ്യം വലിയ റോഡിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. After 200 meters, turn right, L284. ആ കോൺക്രീറ്റ് ബേസും കൊണ്ട് പോകുന്ന വഴിയാ. വല്ലാത്ത കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്. വീടുകളുടെ നടയിലൊക്കെ കയറിയാ വന്നതാണ്. ഇതിനെക്കാട്ടും കൺജസ്റ്റഡ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് മൊബൈൽ ഓണാക്കാൻ പറ്റിയില്ല. ഞാനാണ് ഈ മൊബൈലെടുത്ത് വീഡിയോ ഓണാക്കിയപ്പോഴത്തന്നെ എൻ്റെ കയ്യിൽ നിന്ന് റൈറ്റ് എടുക്കാതെ പോയി. പിന്നെ കുറച്ച് റിവേഴ്സ് എടുക്കേണ്ടി വന്നു. അങ്ങനെ വീഡിയോ ഒന്ന് കട്ട് ചെയ്തു, വീണ്ടും റിവേഴ്സ് എടുത്തു ആ റൈറ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെ എടുത്തതാണ് പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് 3.2 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വയൽ വഴിയായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ മൊബൈൽ കളിച്ചുകൊണ്ട് വണ്ടി എടുക്കരുത്. നമ്മളെ ശ്രദ്ധ ഇങ്ങനെയുള്ളിടത്ത് എത്തുമ്പോഴത്തേക്ക് ശ്രദ്ധ ഒന്ന് മാറിയാൽ മതി. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈൻഡ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഈ പണികൾ കിട്ടും. മാപ്പ് പറഞ്ഞതാണ് ടേക്ക് റൈറ്റ് എന്ന്, ഞാൻ എടുത്തില്ല, ഞാൻ നേരെ പോയി. എൻ്റെ കുഴപ്പമാണ്. പിന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് റിവേഴ്സ് എടുത്തു ഇങ്ങ് വന്നു. ഈ വലിയ വണ്ടി റിവേഴ്സ് എടുക്കുന്ന കാണുമ്പോൾ ആൾക്കാരങ്ങ് ചവിട്ടി നിർത്തിത്തരും.
എൻ്റെ ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഇതേ സെയിം സാധനം കൊണ്ട്, ഓപ്പൺ ടൈലറാണ്, അതുകൊണ്ട് അത് കാണാൻ പറ്റി എന്ന സാധനമാണ്. നല്ല വെയിൽ, രാവിലെ 7:44 ആയതേ ഉള്ളൂ ഇവിടെ. സത്യം പറഞ്ഞാൽ ഈ സാധനം കൊണ്ട് പോകണതിന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ഇപ്പം. പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ട്രിപ്പുകളെ കമ്പനികൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ചുമ്മാ ഈ കോൺക്രീറ്റ് പീസ് വണ്ടിയും നാശമാവും, പൊടിയും അടിച്ച് വണ്ടിയും നാശമാവും. ഇപ്പോഴാണെങ്കിൽ കമ്പനി, നമുക്ക് മുമ്പ് വണ്ടി DKV എടുക്കുന്നിടത്തൊക്കെ കഴുകാനായിട്ട് ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനിയുടെ അടുത്ത് ഉള്ള ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയാണെങ്കിൽ വണ്ടി കഴുകാൻ. എന്നാൽ അങ്ങോട്ട് അടുപ്പിക്കുമോ? അതുമില്ല. വണ്ടി മൊത്തത്തിൽ നാശമായി ഒരു പരുവത്തിയിരിക്കും. ക്ലാസ്സിൽ തന്നെ പക്കിയെല്ലാം അടിച്ച് മൊത്തം കോലമായിരിക്കും. ഇതുപോലെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും വരാനിരിക്കുന്നവരും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാപ്പാണ്. മാപ്പ് ശ്രദ്ധയോടുകൂടി ഓടിക്കണം. പറഞ്ഞ കണക്ക് റിവേഴ്സൊക്കെ ഒന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വഴി തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, എവിടെയെങ്കിലോട്ടൊക്കെ വളച്ച് തിരിച്ചൊക്കെ എടുക്കാം. വഴി തെറ്റി അപ്പോഴേ 4 ഇൻഡിക്കേറ്റർ അവിടെ നിർത്തുക. ബാക്കിയുള്ളവർ ബാക്കിൽ നിന്ന് ലൈൻ അടിച്ച് വണ്ടി വന്നെന്ന് പറഞ്ഞാൽ അവർ കയറി പോയി തീർന്നതിന് ശേഷം റിവേഴ്സ് പയ്യെ മെല്ലെ എടുത്താൽ മതി. അവരൊന്നും പറയില്ല, എന്താ അവിടെ വണ്ടി എടുത്തിരിക്കണം, എടുത്ത് മാറ്റാ എന്നൊന്നും പറയില്ല. എനിക്കറിയാം അവൻ പെട്ടു, അതാണ് 4 ഇൻഡിക്കേറ്റർ ഇട്ടെങ്ങനെ. ഹൈവേയിൽ ചെന്ന് റിവേഴ്സ് ഒന്നും എടുക്കരുത്. ഹൈവേയിൽ വഴി തെറ്റിയാലും അടുത്ത എക്സിറ്റ് അടിച്ച് എത്ര കിലോമീറ്റർ ദൂരം പോയാലും ഓടിപ്പോയി ന്യൂട്ടൺ അടിച്ച് തിരിച്ചേ വരാവും. ഹൈവേയിലും എക്സ്പ്രസ് വേയിലും ഇവിടെ റിവേഴ്സ് എടുക്കാനായിട്ട് പറ്റത്തില്ല, ഇങ്ങനെ നമുക്ക് ലൈസൻസ് എടുക്കുമ്പോഴേ പഠിക്കാനുണ്ട് ഫസ്റ്റ്. റിവേഴ്സ് എടുക്കാൻ പോയില്ല എന്നാണ്, അവിടെ റിവേഴ്സ് എടുക്കാൻ പാടില്ലെന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് റിവേഴ്സ് എടുക്കാം, പ്രശ്നമില്ല. 4 ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തിയിട്ട് അതിന് ഒട്ടുമിക്ക ആൾക്കാർക്ക് പറയാം ഹൈവേയിലൊന്നും റിവേഴ്സ് എടുക്കാൻ പാടില്ല എന്നുള്ളത്. ചിലപ്പോൾ ഈ സൈഡിൽ റോഡ് കാണുമല്ലോ, അവിടെ ആ വഴിക്ക് റിവേഴ്സ് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എക്സിറ്റ് വേയിലോട്ടൊക്കെ സ്പീഡിനായിരിക്കും വണ്ടി വന്നത്. മറ്റേ വണ്ടി കണ്ടത്, മറ്റേ വണ്ടി ഇതോ കണ്ടു. അപ്പോൾ അവിടെ വന്ന് 4 ഇൻഡിക്കേറ്റർ ഇട്ടു. എനിക്ക് തോന്നണം അവൻ ഈ വഴി മിസ്സായോ. ഈ വഴി കൂടെ പോകൂലല്ലേ, ഇതിൽ പോകൂല. അതുകൊണ്ട് അതാണ് വഴി, ആ കാണുന്നതായിരിക്കും. VWA 56 ഇവിടെ നിന്ന് റൈറ്റാണ്. ഇവിടെ നിന്ന് 4 ഇൻഡിക്കേറ്റർ ഇട്ട്. You have reached your destination on your right. ഇവിടെ വന്നപ്പോഴത്തേക്ക് അറിയാമെന്ന് പാനിക്കായി കേട്ടോ. എൻ്റെ ബാക്കിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഞാൻ അവിടെ വഴി തെറ്റിയപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറി. പിന്നെ ഞാൻ അവിടെ നിന്ന് റിവേഴ്സ് എടുത്തൊക്കെ വന്ന സമയം കൊണ്ട് അവൻ ഇവിടെ എത്തി. ഇവിടെ വന്നിട്ട് 4 ഇൻഡിക്കേറ്റർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കൂടെ എത്തി. ഇനി പ്രശ്നമില്ല, ഇവൻ്റെ ബാക്കിൽ നിന്ന് പോയാൽ മതിയല്ലോ. ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ പ്രശ്നം. എന്നെക്കാട്ടിയും ആണല്ലേ ശോകമാണല്ലേ, പേടിച്ച് പേടിച്ചിട്ട് റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ നേരെ പോകണമെന്നൊക്കെ അറിയുമ്പോഴാണ് അത് എനിക്ക് വേണ്ടി ചിലപ്പോൾ ഒതുക്കിയിരിക്കണമായിരിക്കും. അപ്പോൾ ആലോചിച്ചോണ്ടിരിക്കുക എങ്ങോട്ട് പോകണമെന്ന്. ഞാൻ കയറി അപ്പോൾ ഇപ്പോൾ ബാക്കിന്ന് വരുന്നു. അവൻ അവിടെ ഉണ്ടല്ലോ മറ്റേ സാധനം, അവൻ ഇവിടെ കറങ്ങി തിരിഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് പിടിച്ച് ലെഫ്റ്റിലോട്ടല്ലേ എടുക്കും.
എവിടം വരെ പോകും അവിടം വരെ അങ്ങ് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് വരാം. എന്നാലും നാളെ ആ കാട്ടിൻ്റെ ഇടയിൽ പോയാണെങ്കിൽ കൺജസ്റ്റഡ് അല്ല റോഡ്, എത്ര പെട്ടെന്ന് എത്തിയാൽ. ഇത് തന്നെയാണ് ആ 4 ഗേസ്, നമ്മളെത്തിയിരിക്കുകയാണ് ഗേസ്. ആ പഞ്ചാബി ഇവിടെ നേരത്തെ വന്നെത്തിയ പഞ്ചാബി. ഇവിടെ ഒത്തിരി ഉണ്ടല്ലോ. ഇങ്ങനെ എടുക്കുന്നു, അവിടെ കൊണ്ട് നിർത്തി നമുക്ക് ഇറക്കിയിട്ടാണ് പോയാലും അന്നേരം ഇടിക്കും ഉടുക്കും പോയി ലൈനിലെ കടകളാന്നുള്ള രീതിയിൽ. നമ്മൾ റിവേഴ്സ് വയ്ക്കുകയാണ്. ഈ റിവേഴ്സ് വെച്ച് ബാക്കിയുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ അഴിക്കണം, ബെൽറ്റല്ല. ഓപ്പൺ ടൈലറിന് പിന്നെ പെട്ടെന്ന് ഇറക്കി കിട്ടും. അവർ നമ്മളടുത്തും വരുന്നു പേപ്പർ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും കോൺക്രീറ്റ് പീസ്. ഇന്ന് ഒറ്റ പീസേ ഉള്ളായിരുന്നു കേട്ടോ, വലുതും. ഇത് 16 ടണ്ണുണ്ട്. 16 ടണ്ണിൻ്റെ ഒറ്റ പീസ് ട്രെയിൻ വെച്ചിട്ടാണ് ഇറക്കുന്നത്. അവിടെ ഇറക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ട്രിപ്പ് വളരെ ശോകം പിടിച്ച ട്രിപ്പ്. അടിച്ചടിച്ച് മനുഷ്യന് ഭ്രാന്ത് പിടിക്കുക.